കോഴിക്കോട് കടപ്പുറത്ത് ഒരു വിഡ്ഢിക്കൂട്ടം ഇറങ്ങി കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കുറേ അധികം ആളുകൾ അയച്ചു തന്നു. ഒരുപാട് പേര് അയച്ചു തന്നു. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട സംശയം, ഇവർക്ക് ശരിക്കും ബുദ്ധി ഇല്ലാത്തവരാണോ, ഇവർ പ്രൊഫഷണൽ കോമാളികളാണോ എന്നാണ് ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചത്. ആര്? ഈ എ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡിയോ മാളത്തിനകത്തിരുന്ന് മാത്രം നമ്മളെപ്പോലുള്ളവരോട് വീരസ്യം പറയുകയും പാവപ്പെട്ട ആൾക്കാർ, വഴി നടക്കുന്ന ആൾക്കാർ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ പോയി മൈക്കും പിടിച്ച് കൂട്ടം കൂടി ചെന്ന് ചോദ്യം ചോദിച്ച് ഞെട്ടിച്ച് വലിയ സംഭവമാക്കി കോമാളിത്തരം കാണിക്കുന്ന, അതിൽ ഇങ്ങോട്ട് പരിഹസിക്കുന്നതും കളിയാക്കുന്നതും അല്ലെങ്കിൽ ട്രോള് കിട്ടുന്നത് പോലും തിരിച്ചറിയാതെ കോമാളി ചിരിച്ചിരിക്കുന്ന ഒരു കോമാളി കൂട്ടം കോഴിക്കോട് കടപ്പുറത്ത് ഈ ദിവസങ്ങളിൽ ഇറങ്ങിയെന്ന് ചില ആളുകൾ വിളിച്ചു പറഞ്ഞു. അതിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു പലരും. അപ്പൊ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഒരു ഭാഗത്ത് തമാശയായിട്ടും മറുഭാഗത്ത് ഒരല്പം കാര്യമായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ആമുഖമായിട്ട് പറയാനുള്ളത്, കേരളത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന, മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിങ്ങളാകെ കൂടെ പ്രതിസന്ധിയിലാകുന്ന പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത വഹാബി ദഅവ സംഘങ്ങളാണ്. അവർ കാണിക്കുന്ന എന്തോ വലിയ ദഅവ പ്രവർത്തനം, അവർ കാണിക്കുന്ന എന്തോ മഹാസംഭവം, ആത്മീയ പ്രവർത്തനം എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇവർ തെരുവിലിറങ്ങി കാണിക്കുന്ന ഈ കോപ്രായം മുസ്ലിം സമുദായത്തിന്റെ തൊലിയുരിക്കുന്നു, അവരെ നാണക്കേടിലാക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ മുസ്ലിം സമുദായത്തിനെ കുറിച്ച് മറ്റുള്ളവർക്കിടയിൽ മുസ്ലിങ്ങളോട് സംശയവും പ്രശ്നങ്ങളും വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഈ ദഅവ സംഘങ്ങൾ, ഈ പറയപ്പെടുന്ന ഈ ടീമിന്റെ പ്രധാനിയായിട്ടുള്ള അബ്ദുള്ള ബാസിലിന്റെ ഒരു ദഅവ വർക്ക്ഷോപ്പിനെ കുറിച്ച് കോളേജുകളിലും വിദ്യാലയങ്ങളിലും അതേപോലെ തന്നെ ജോലിയിടങ്ങളിലും ഒക്കെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്നതിലേക്ക് നമ്മൾ അക്ബർ കച്ചവടം പൂട്ടിയ ഗ്യാപ്പിലേക്ക് കയറി. ഈ അക്ബർ പണ്ട് നടത്തിയിരുന്ന, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ദഅവ വർക്ക്ഷോപ്പുകൾ നടത്തിയിരുന്ന കാര്യം. ആ വർക്ക്ഷോപ്പ് അതിന്റെ അടുത്തൊരു പടിയായിട്ട് അബ്ദുള്ള ബാസിൽ ദഅവ വർക്ക്ഷോപ്പിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ ഞാൻ കണ്ടു, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ്, ഒരു പരസ്യം, പ്രൊമോഷണൽ വീഡിയോ ഒക്കെ കണ്ടു. അപ്പൊ അങ്ങനെ കലാലയങ്ങളും ഹോസ്റ്റലുകളും പൊതുവിടങ്ങളും ജോലി സ്ഥലങ്ങളിലും ഒക്കെ മുസ്ലിങ്ങളോട് ഇടപഴകുന്നതിൽ സംശയത്തോടു കൂടി മാത്രം രക്ഷിതാക്കൾ കാണുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് മനസമാധാനമായിട്ട് കപ്പലണ്ടിയും കുറച്ച് കാറ്റും കൊണ്ട് കുറച്ചു നേരം കടലിലേക്ക് നോക്കിയിരുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം നമ്മളെ മനസ്സിന്റെ വേദനയൊക്കെ ഒന്ന് ശമിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കോഴിക്കോട് കടപ്പുറത്ത് പോയാൽ ഇല്ലാണ്ടിരിക്കണ കോമാളികൾ അവിടെ. അപ്പൊ പണ്ടൊരിക്കൽ 24 ന്യൂസിൽ പരിപാടിക്ക് വിളിച്ചു, അവര് തമ്മിൽ എന്ന് പറയുന്ന പരിപാടിക്ക് വിളിച്ചതിന് ശേഷം അവിടെ ചെന്ന് മൊത്തത്തിൽ ആ സെറ്റപ്പ് കണ്ടപ്പോൾ തോന്നിയ അത് കൊള്ളാലെ പരിപാടി, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അതിനെ കോപ്പി അടിച്ചിട്ട് ഒരു പരിപാടി തുടങ്ങിയായിരുന്നു. എന്താണ്, ഫ്രിക്ഷൻ എന്തോ പേരിട്ടിട്ട്, ഭയങ്കര കോമാളി പരിപാടി ഞാനിപ്പോ അധികം കാണില്ല. അത് കഴിഞ്ഞ് പിന്നെ ലണ്ടൻ കോർണർ, സ്പീക്കേഴ്സ് കോർണർ ഒരു വിവാദവും അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായി. അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ ആയപ്പോൾ ആൾക്കാർക്ക് തോന്നി, കൊള്ളാലോ, ലണ്ടനിലെ പരിപാടി കൊള്ളാം, എന്നാ പിന്നെ നമുക്ക് കോഴിക്കോട് കടപ്പുറത്തൊരു സ്പീക്കേഴ്സ് കോർണർ, ലെറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബാനറൊക്കെ കെട്ടിയുണ്ടാക്കി ബീച്ചിൽ വരുന്ന ആളുകളെ ഒരു സമാധാനത്തിന് അവനവന്റെ സ്ട്രെസ് എന്നൊക്കെ മാറി കുറച്ചേറെ സ്വസ്ഥമായിട്ട് കാറ്റുകൊണ്ടിരിക്കാം എന്ന് വിചാരിച്ചാലും ബീച്ചിൽ പോയാൽ അവിടെ ഈ കുന്തവും കുടച്ചക്രവും പിടിച്ചാണ്ട് ഈ ചെങ്ങായിമാർ ചെല്ലൻ എന്നിട്ട് ചോദിക്കുക, ദൈവം ഉണ്ടോ ഇല്ലേ, ഉണ്ടില്ലേ, ഉറങ്ങാൻ കിടന്നോ, ഉണ്ടിട്ട് എഴുന്നേറ്റോ, മൂത്രമൊഴിച്ച് കിടന്നോ എന്നൊക്കെ ചോദിച്ച് നടക്കുക. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്നവരുടെ അടുത്ത് ചോദിക്കോ ഇല്ല, അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ചോദിക്കാം, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയാൽ അവിടെ നിന്ന് കോമാളിത്തരം കാണിക്കാം. അപ്പൊ നമുക്ക് ആ വീഡിയോകളിലേക്കൊക്കെ പോകാം. അതിൽ 2 പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. ഒന്ന്, ഇവർ ഈ കാണിക്കുന്ന ഈ കോമാളിത്തരത്തെ കുറിച്ച് ഇവരുടെ നിലപാട് എന്താണ് എന്ന് ഇവരോട് ഒരു ചോദ്യം ചോദിക്കണമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹത്തോടും മുജാഹിദ് നേതൃത്വത്തോടും വഹാബി ഇസ്ലാമിക് സംഘടനകളുടെ പൊതുവിൽ, കാരണം ഇതൊരു സങ്കര ഇനമാണ് ഇവിടെ പോകുന്നത്. അതായത് മർക്കസുദ്ദാവയുടെയും കേരള നദുവത്തുൽ മുജാഹിദിന്റെയും അതേപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെയും ഒക്കെ കുട്ടികൾ ഇതിനകത്തുണ്ട്. ഇതിലൊന്നും പെടാത്ത പലവക ഈ പടുമുളച്ച മുജാഹിദുകളും ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരോടൊക്കെ ചേർന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇവർ ഈ കാണിക്കുന്നതിന്റെ ഇസ്ലാമികമായ മാനം എന്താണ്? നിങ്ങൾ ഈ തൊള്ളപടായി നാട്ടുകാരോട് പറയുകയും കുട്ടികളുടെ അടുത്ത്
വേറെ രീതിയിൽ സംസാരിക്കുകയും കോളേജിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ മക്കാറൊക്കെ ചെയ്യിക്കുന്ന നിങ്ങൾ ബീച്ചിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായത്തിന്റെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് പ്രധാനപ്പെട്ട 1-2 മൂല്യന്മാരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിന് ഒരു എന്താ പറയാ ഒരു പീച്ചറാട്ടി മൂല്യരുണ്ട്. അയാൾ മൂല്യരൊന്നല്ല, അത് തുടക്കത്തിൽ ഞാൻ അത് കാണിച്ചു തരും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് പോകണം. അതിന് മുമ്പ് നിങ്ങൾ അവിടുത്തെ ആ ഒരു ചെറിയൊരു രംഗം, ഒരു തമാശക്ക് വേണ്ടി നിങ്ങൾ ആ ഒരു ചെറിയ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ഓക്കെ, ഇതൊരു ചെറിയ വിഷ്വൽ. അതായത് നിങ്ങൾക്ക് എന്താണ് അവിടെ നടക്കുന്ന പരിപാടി എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടും ആ പരിപാടിയിലേക്ക് നിങ്ങളെ പതിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവിടെ നിന്നുള്ള ഒരു എന്താ പറയാ ഒരു ചെറിയ ദൃശ്യം, അവിടുത്തെ ഏറ്റവും നർമ്മ രസപ്രധാനമായ ഒരു ദൃശ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ബീച്ച് അങ്ങാടിയിൽ അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും പർദ്ദധാരികളും പർദ്ദ ധരിക്കാത്തവരും സ്ത്രീകളും പുരുഷന്മാരും അതിൽ കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാത്തവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ടാവും. അത്തരം ഒരിടത്ത് അന്യ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിന്റെ ഇസ്ലാമികമായ വിധി എന്താണ്? ഇതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്. വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് വരും. ഇതിന് ഉത്തരമുള്ളവർ ഇവിടെ ഉത്തരം എഴുതാം. അബ്ദുള്ള ബാസിലും സംഘവും കോഴിക്കോട് കടപ്പുറത്ത് കാണിക്കുന്ന ഈ കോപ്രായത്തിന്റെ ഇസ്ലാമികമായ മാനം എന്താണ്? ഇതാണ് ഞാൻ ചോദ്യം. ഒരു മറയുമില്ല. അവിടെ പോയിട്ട് ഒരു 8-10 പോത്തുകൾ, അങ്ങനെ തന്നെ പറയും, 8-10 പോത്തുകൾ പോയിട്ട് ക്യാമറയും കുറ്റിമൈക്കും പിന്നെ മറ്റേ കൈ പിടിക്കുന്ന ടോർച്ച് ലൈറ്റും ഒക്കെ കൊണ്ടുപോയി ഒരു പിന്നാമ്പുറത്ത് വെക്കാൻ ഒരു ബാനറൊക്കെ അടിച്ചാണ്ട് പോയിട്ട് അവിടെ നിൽക്കുക. അവിടെ നിന്നിട്ട് അവിടെ വരുന്ന ആളുകളോട് അവരുടെ ക്യാമറയിൽ അവരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരോട് ക്യാമറയിൽ പകർത്തുന്നു, വീഡിയോ എടുക്കുന്നു, അവരടുത്ത് നിന്ന് സംസാരിക്കുന്നു. ഒരു മറയുമില്ല, പർദ്ദയുമില്ല, ഹിജാബും ഇല്ല, ഒരു കുന്ത്രാണ്ടോ ഇല്ല. ഓക്കെ, എന്നിട്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യരുടെ മുഖം മറച്ചു വെക്കുന്നു. അതെന്തിനത്? ഇവര് പോയി നിൽക്കുക, പബ്ലിക്കിൽ പോയി നിൽക്കുക, സംസാരിക്കുക, എല്ലാ പരിപാടിയും ചെയ്യുക, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ പുറത്തോട്ട് വിടുമ്പോൾ ഇവര് മനുഷ്യരുടെ മുഖം മറക്കുന്നു. അതിൽ പങ്കെടുത്ത ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ നിങ്ങളോട് അവരുടെ മുഖം ഇതുപോലെ ബ്ലർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യുന്നത് കടുത്ത അനീതിയാണ്, അപമര്യാദയാണ്. അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവരുടെ മുഖം മറക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അപ്പൊ ചോദിക്കും, നിങ്ങളുടെ ചാനലല്ലേ, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ക്യാമറ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അവരുടെ വ്യക്തിത്വത്തെ മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അത് അവരുടെ റിക്വസ്റ്റിന് പുറത്താണോ? ഇത് എന്റെ ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായത്തിന്റെ ഇസ്ലാമികമായ മാനം എന്താണ്? ഇവിടെയാണ് അബ്ദുള്ള ബാസിൽ കാണിക്കാറുള്ള വേറെ ചില കോപ്രായങ്ങൾ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഒന്ന് ഓർക്കേണ്ടത്. ഞാൻ നിങ്ങളോട് മുമ്പ് ചോദിച്ചിരുന്നു, ഇവർ ഈ പിന്നെ കോളേജുകളുടെ പിന്നെ സൈഡിലൊക്കെ ഉള്ള ചെറിയ ചായ്പുകളിൽ പല പരിപാടി നടത്തിയിട്ട് ക്യാമ്പസ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തിയിരുന്നു. അപ്പൊ ഈ ക്യാമ്പസ് ഡയലോഗുകൾ ഒരു കുസാറ്റിൽ ഒരു വലിയ സംഗമം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസൊക്കെ കണ്ട് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ, കുസാറ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പം, കുസാറ്റ് കണ്ടവർക്കറിയാം, കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അവിടെ വന്നവർക്കറിയാം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഹൈവേയിൽ നിന്ന് ഉള്ളിലോട്ട് പോയിട്ട് കുസാറ്റ് സിഗ്നലിലേക്ക് എത്തുന്നത്, കുസാറ്റിന്റെ മെയിൻ ഗേറ്റിന്റെ, അതായത് കോളേജിന്റെ കവാടത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് വലതുവശത്തേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൽ കുറച്ചു ദൂരം അങ്ങ് പോയാൽ ഈ കുസാറ്റിന്റെ പുറകുവശത്തെത്തും, ഓഡിറ്റോറിയത്തിന്റെ പുറകുവശത്തെത്തും. ആ പുറകുവശത്ത് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട്, ചെറിയ കമ്മ്യൂണിറ്റി ഹാളാണ്. അവിടെ പിന്നെ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള കുട്ടികളുടെ ബർത്ത്ഡേയോ ചെറിയ മീറ്റിങ്ങോ അങ്ങനെ ഗ്രാമസഭയൊക്കെ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട്. അത് നഗരസഭ വകയെന്നാണ് എൻ്റെ ഒരു അറിവ്. അതൊരു 500 രൂപയോ 750 രൂപയോ ഒക്കെ കൊടുത്താൽ അത് നിങ്ങൾക്ക് ഒരു അര ദിവസത്തേക്കൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ 1000 രൂപ കൊടുത്താൽ കിട്ടും. ഈ കുസാറ്റിന്റെ സൈഡില് ഓഡിറ്റോറിയത്തിന്റെ മതിലിന്റെ പുറകിൽ കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള ആ ഒരു ഷെഡില് ഇവർ നടത്തുന്ന പരിപാടിക്കാണ് ഇവർ ക്യാമ്പസ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ക്യാമ്പസ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്നത്. എന്നിട്ട് ഇതിനെ സംബന്ധിച്ചുണ്ടായ തർക്കം, വിവാദം, ഇത് മുഴുവൻ എന്നിട്ട് ക്യാമ്പസിനകത്ത് ഇവർ മറകെട്ടി, ആകെ 50 ആൾക്ക് 60 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ഇവർ കൊണ്ടുവന്നൊരു സാരി വലിച്ചു കെട്ടി. എന്നിട്ട് ഈ സാരി വലിച്ചു കെട്ടിയിട്ട് അബ്ദുള്ള ബാസിലും ടീമും സ്റ്റേജിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആൺകുട്ടികളെയും കാണും പെൺകുട്ടികളെയും കാണും. അപ്പൊ അവിടെ മറ വേണ്ടേ? അല്ല വേണ്ടേ? എനിക്ക് അറിയാമായിട്ട് ചോദിക്കാൻ, നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയും. അതായത് പരിപാടിക്ക് വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ ഇരിക്കണം. അപ്പൊ ഭാര്യയും ഭർത്താവും ഒക്കെ നേരെ
വീട്ടിൽ നിന്ന് കയറി വരികയാണ്, ഒരുമിച്ച് വരികയാണ്, അല്ലെങ്കിൽ അതുവരെ ഉച്ച വരെ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്നവര് ഉച്ച കഴിഞ്ഞിട്ട് അവർ കൈയൊക്കെ കോർത്ത് പിടിച്ച് തന്നെ ഈ പരിപാടി കാണാൻ വന്നു, അല്ലെങ്കിൽ അവര് പിന്നെ സ്വതന്ത്രമായിട്ട് മിക്സഡ് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന, ഒരേ ക്യാമ്പസിൽ പഠിക്കുന്ന ജീവിക്കുന്ന കുട്ടികൾ നേരെ ഈ ക്യാമ്പസിന്റെ പിന്നിലുള്ള ചായ്പില് ഇവരുടെ പരിപാടിയിലേക്ക് ക്യാമ്പസ് ഡയലോഗ് കേൾക്കാൻ വന്നിട്ട് ഇവരൊരു വഴി കൂടി കയറുമ്പോൾ അവിടെ ആൾക്കാർ എന്നിട്ട് പറയും, അല്ല പെണ്ണുങ്ങൾ അങ്ങോട്ടിരിക്കും ആണുങ്ങൾ ഇങ്ങോട്ടിരിക്കും, സെഗ്രിഗേഷൻ. എന്നിട്ട് ആണിന്റെ പെണ്ണിന്റെ ഇടയിൽ വലിയൊരു സാരി വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. ഈ വലിച്ചു കെട്ടിയ സാരിയുടെ അപ്പറയും ഇപ്പറയും ഇരിക്കുന്ന ആൾക്കാരെ ശരിക്കും കാണാവുന്ന രീതിയിൽ നമ്മളെ ബാസിലും സംഘവും, അതായത് മൂത്ത താഴ്വക്കാര് അവിടെ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ സംഭവമൊക്കെ വെച്ച് ഒരു കസേരയോ അല്ലെങ്കിൽ ബെഞ്ചൊക്കെ ഇട്ട് പഴയ പോലെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടെ സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കയറിയിരുന്നു ഇവർ ആണുങ്ങളി പെണ്ണുങ്ങളി നോക്കും. അത് ഹലാല? ഒരുമിച്ച് വന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെ അപ്പറയും ഇപ്പറയും മാറ്റിയിരുത്തിയിട്ട് നിങ്ങൾ ഈ സ്റ്റേജിൽ കയറിയിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇങ്ങനെ മറയില്ലാതെ നോക്കുന്നത് ഇസ്ലാമിൽ ഹലാലാണ്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഉത്തരേതൽ തൊഴിലാളികൾ ഇവിടെ കമന്റ് തൊഴിലാളികൾ വന്നിട്ടുണ്ട്, അവിടെ ഡിലീറ്റ് ചെയ്യാൻ പിന്നെ ഏർപ്പാടാക്കിയ ആൾക്കാർ ഇവിടെ വന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപാണ്. എന്നിട്ട് ഈ പ്രശ്നം കുസാറ്റുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരിപാടി വിവാദമായി. കുസാറ്റിൽ മറകെട്ടി എന്നത് കുസാറ്റിന്റെ പേര് ഉപയോഗിച്ചതിനകത്ത് അവർക്കെതിരെ അന്വേഷണം ഉണ്ടായി, അവർക്ക് അതിൽ വിമർശനം ഉണ്ടായി. അപ്പോ ഒരു പറഞ്ഞു, അല്ല അത് കുസാറ്റിലല്ല, അതിന്റെ പുറത്താണ്. അതിന്റെ മുമ്പ് തന്നെ നമ്മളത് വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു, കുസാറ്റിലല്ല, ഇവർ ഈ പറയുന്നത് മുഴുവൻ ഉടായിപ്പാണ്. അപ്പൊ എന്തിനാ കുസാറ്റില് ഒരു കോളേജിലൊക്കെ പോയി കുട്ടികളോട് ഡയലോഗ് നടത്തുന്ന ആൾക്കാരാണെന്നാണ്. എവിടെ ഈ വിസ്ഡത്തിന്റെ കുട്ടികളും അവർ വലിച്ചുകൊണ്ട് പോകുന്ന അവരെ കെടി പോകുന്ന കുറച്ച് കുട്ടികളും 10, 25, 30 കുട്ടികളിരിക്കും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദങ്ങൾക്കിടയിൽ, ചർച്ചകൾക്കിടയിൽ സാക്ഷാൽ അബ്ദുള്ള ബാസിലിനോട് ഈ സെഗ്രിഗേഷനെ കുറിച്ച് ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്തിനാണ് ഇവർ മറകെട്ടുന്നത് കേട്ടോ. എന്നിട്ട് വേണം അതിനെക്കുറിച്ച് ഒരു ധാരണ, എന്താണ് ഈ ഇവരുടെ ഈ മിക്സിങ്ങിനെ കുറിച്ചും ഈ സാരിയെ കുറിച്ചും ഈ മറകെട്ടലിനെ കുറിച്ചും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുന്നത്, കാണുന്നത്, മിണ്ടുന്നത്, ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയതിന് ശേഷം വേണം നമുക്ക് ബീച്ചിലേക്ക് പോകാൻ. കാരണം ബീച്ചിൽ അവിടെ പല വക ആൾക്കാരുണ്ടാവും. അവിടെ നമ്മൾ നല്ലോണം നമ്മളെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അവിടേക്ക് പതിയെ ഒന്ന് കടന്നു ചെല്ലാം. എന്താണ് ബാസിൽ ഈ വിഷയത്തിൽ ഒരു പെൺകുട്ടി ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താന്ന് കേൾക്കാം. കാരണം എന്താ വെച്ചാൽ ആണും പെണ്ണും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇന്ററാക്ട് ചെയ്താൽ, ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകിയാൽ അവിടെ എന്തുണ്ടാകും എന്നുള്ളത് സ്വസ്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ തിന്മകളിലേക്കൊക്കെ ഉള്ള വഴി അതുവഴിയാണ് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്തിനാണ് ഈ സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ തിന്മകളിലേക്കുള്ള വഴി മുടക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ സാരി വലിച്ചു കെട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് തിന്മ? നിങ്ങൾക്ക് തിന്മ എന്താന്ന് മനസ്സിലായിട്ടില്ല. തിന്മ എന്താന്ന് പഠിച്ചു. ഈ വ്യഭിചാരം എന്ന് പറഞ്ഞ സംഭവം എങ്ങനെ നടക്കുക? വ്യഭിചാരം ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നതാകുന്നു പ്രതിജ്ഞ എടുത്തിട്ടൊന്നല്ലേ വ്യഭിചാരം നടക്കുക. ഇത്തരത്തിലുള്ള തിന്മകൾ എങ്ങനെയാണ് നടക്കുക? അതിലേക്ക് ചില സ്റ്റെപ്പുകളുണ്ട്, അതിലേക്ക് ചില വഴികളുണ്ട്. ആ വഴികളിലൂടെയാണ് ആ തെറ്റുകൾ സംഭവിക്കുക. നോട്ട് ദ പോയിന്റ്. അപ്പൊ വ്യഭിചാരം പോലെയുള്ള മഹാവിപത്തുകളിലേക്ക്, മഹാതിന്മകളിലേക്ക് ചില സ്റ്റെപ്പുകളുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് ആ സ്റ്റെപ്പുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോട്ടമാണ് തുടക്കം. നോട്ടത്തിലൂടെ അവന്റെ തലച്ചോറ് അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു, അതിൽ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ ചില സംസാരങ്ങളും കുറച്ച് കെയറിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകർഷണം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ അടുക്കും, പിന്നെ ഇന്റിമസി ഉണ്ടാവും, പരസ്പരം കുറച്ച് ഒരു പരിധിക്കപ്പുറത്തുള്ള ഒരു ഇന്റിമസി ഉണ്ടാവും. അതിലൂടെ ആ ബന്ധം വികസിച്ചിട്ടാണ് അവസാനം വ്യഭിചാരത്തിലേക്ക് എത്തുക. റോഡ് മാപ്പ് ടു സിന കേട്ടോ. എന്താണ് അതിന്റെ ഒരു പ്രോപ്പർ റോഡ് മാപ്പാണ് ഇപ്പോ സാഹിബ് പറഞ്ഞത്. അപ്പോ ഈ റോഡ് മാപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നോട്ടം, അല്ലെ, നോക്കാം. വിവാഹബന്ധം നിഷിദ്ധമായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു അന്യ സ്ത്രീ, അതിപ്പോ സ്വന്തം ജ്യേഷ്ഠന്റെ അനിയന്റെ ഭാര്യയാണെങ്കിൽ പോലും അവരെ മുഖത്തേക്ക് അവരെ നോക്കൽ, നമ്മളിങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ നേലാട്ടം കണ്ടു, ആരാ നോക്കി? ആ അപ്പുറത്തെ സൈനാത്തേണ്. അപ്പൊ സൈനാത്തയാണെന്ന് മനസ്സിലായി, കണ്ണെടുക്കാം. സൈനാത്തയാണെന്ന് മനസ്സിലായതിനു ശേഷം പിന്നെയും സൈനാത്താങ്കൾ എങ്ങോട്ടാ പോണു എന്ന് ചോദിച്ചാൽ അതെന്താണ്? അറിയും കൂട്ടരെ, അതെന്താണ്? അത് കണ്ണിന്റെ വ്യഭിചാരമാകുന്നു. അങ്ങനെ നോക്കൽ ഹറാമാകുന്നു. അല്ലേ? എങ്ങനെയല്ലേ മദ്രസ പഠിച്ചത് നിങ്ങൾ? ആണോ? അല്ലേ? നിങ്ങൾ എന്താ മുണ്ടാതിരിക്കണേ? അല്ലേ? ആണ്. അപ്പോ വ്യഭിചാരത്തിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നോട്ടമാണ്. അനർഹമായ ഒരു സ്ത്രീയുടെ മുഖത്തേക്കോ ശരീരത്തേക്കോ കയ്യിലേക്കോ കാലിലേക്കോ നോക്കൽ, അതാണ് കണ്ണിന്റെ വ്യഭിചാരം. അപ്പൊ നിങ്ങൾ പറയാ എന്റെ മനസ്സിലൊന്നുമില്ല, മനസ്സ് ഒന്നൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരാൾ ഇന്ന ആളാണെന്ന് മനസ്സിലായി, അതൊരു പെണ്ണാണെന്ന് മനസ്സിലായി, അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലായി, അത് അന്യ സ്ത്രീയാണെന്ന് മനസ്സിലായാൽ പിന്നെ നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരം തന്നെയാണ്. അതിനെ കണ്ണിന്റെ വ്യഭിചാരം. കാരണം എന്താ? അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് മുത്തുനബി വിലക്കിയിട്ടുണ്ട്. നോക്കാൻ പാടില്ല എന്ന് തന്നെ, നോക്കാൻ പാടില്ല. എന്തിനാ ബാസിൽ സംഘവും വിരി കെട്ടുന്നത്? ഫറൂഖ് കോളേജിന്റെ താഴത്ത് ആ മതിലിന്റെ പുറത്ത് ഷെഡിലും അതേപോലെ തന്നെ കുസാറ്റിന്റെ സൈഡത്തെ കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ പോയിട്ട് ക്യാമ്പസ്
ഡയലോഗ് നടത്തുമ്പോൾ സാരി വലിച്ചിട്ട് എന്തിനാ? അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം, അതായത് ഒരുമിച്ച് വന്ന സ്ത്രീകൾ പുരുഷനും അപ്പറിപ്പറയും നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൗലവിമാര് സ്റ്റേജിന്റെ മുകളിൽ കയറുന്ന എല്ലാവരും നോക്കും. ഇരിക്കുന്ന സ്ത്രീകൾ എല്ലാവരെയും മൗലവിമാരെ മുഖത്തേക്ക് നോക്കും, ബാസലിന്റെ മുഖത്തേക്ക് നോക്കും. നിങ്ങൾ ഈ സൂക്ഷ്മത പുലർത്തുന്ന മുസ്ലിങ്ങളാണല്ലോ. എന്താണ് അക്ബർ സാഹിബ് പറഞ്ഞ ജീവനുള്ള മതം. മതം എന്ത് പറഞ്ഞു അതുപോലെ ജീവിക്കുന്ന ഏക മതം ഇസ്ലാമാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. എന്നാ പിന്നെ ഇസ്ലാം അനുസരിച്ച് നടന്നൂടെ എന്റെ കോമാളി കൂട്ടമേ. അപ്പൊ നമ്മള് അത് ഒരു 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 വിഷയം കൂടി അതിനകത്ത് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് വരാം. ഒരു ചോദ്യം ഒരു ഉത്തരം. സംഭവം ഫസ്റ്റ് പറഞ്ഞ ആ ടോപ്പിക് ഒന്നായിട്ടല്ലേ ചോദിക്കാല്ലേ. പക്ഷേ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളിവിടെ കയറി വന്ന് ഇവിടെ ഞങ്ങളെല്ലാവരും ഇരുന്ന്. അപ്പം ഒരു ഏട്ടൻ വന്നിട്ട് രണ്ടാക്കോട് വന്ന് നിങ്ങളൊന്ന് ബാക്കിൽ പോയിരിക്കുമെന്ന്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ രണ്ടാശയങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ തുറന്നൊരു ചർച്ചയിൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇവിടെ വന്ന് ഇരുന്നതിൻ്റെ ശേഷം അത് എന്തിൻ്റെ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അധികാരത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ജസ്റ്റ് ചോദിച്ചു. സംഗതി മനസ്സിലായില്ല. ബാസലു ടീമും ഇതേപോലെ ഒരു കോളേജ് ക്യാമ്പസ് ഇന്റർവ്യൂ പോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. സംഘാടകർ വന്ന് സാരി വലിച്ചു കെട്ടി. അതിനുശേഷം കോളേജിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച്, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം മിക്സഡ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് നേരെ പരിപാടിയിലേക്ക് ചെന്നു. അപ്പൊ നോക്കുമ്പോൾ നടുക്കു കൂടെ ഒരു സാരി. ഇവരെല്ലാവരും കൂടി പോയി ഒരുമിച്ചിരുന്നു. കാരണം ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുമിച്ച് നടന്ന് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ഒരു പരിപാടി കാണുകയാണ്. അപ്പൊ അവർ ഒരുമിച്ചിരുന്നു. അപ്പൊ സംഘാടകരിൽപ്പെട്ട ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അതെ സഹോദര, നമ്മൾ ഇവിടെ സെഗ്രിഗേഷൻ ഉണ്ട്, ഇത് കണ്ണിന്റെ വ്യഭിചാരത്തിനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് നിങ്ങൾ ആ മറയുടെ അപ്പുറത്ത് പുറകിൽ പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ പുറകിൽ മറ? മുന്നിൽ സ്ത്രീകൾ, എന്നിട്ട് അതിന്റെ പിന്നിൽ ഒരു മാറ, എന്നിട്ട് അതിന്റെ പുറകിൽ പുരുഷന്മാർ, എന്നിട്ട് ഈ സ്ത്രീകളുടെ നേരെ മുമ്പിൽ സ്റ്റേജുമേ അബ്ദുള്ള ബാസിലും കൂട്ടരും. വല്ലാത്തൊരു മറ തന്നെ ഇപ്പൊ അത്, അല്ലെ? ഏജാതി മറ. ഞാൻ ഇവരെ ഉണ്ടാക്കന്മാർന്ന് വിളിക്കാറില്ല, വിളിച്ചു തുടങ്ങിയത് ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇപ്പൊ ഇങ്ങനെ വിളിക്കണേ, പിന്നെ ഞാൻ നിർത്തി. പക്ഷെ എന്താ ചെയ്യാ, ആൾക്കാർ ഇങ്ങനെ അങ്ങനെ വിളിച്ചാല് നിങ്ങൾ അത് അർഹിക്കുന്നില്ല കേട്ടോ. ഉണ്ടാക്കന്മാർ എന്നുള്ള പേര് കുറച്ചൊരു നല്ല പേരായിട്ട് തോന്നുന്നു. ആരും അറിഞ്ഞ് ഉണ്ടാക്കന്മാരെന്ന് വിളിക്കുന്നത്, വേറെ എന്തെങ്കിലും പേര് കണ്ടെത്തണം ഈ ജാതി കോമാളി കൂട്ടങ്ങളെ വിളിക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെ ചോദ്യം കാതലായ വിഷയത്തിലേക്ക് എത്തണുള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് സമയം എടുക്കും, കാരണം നമുക്ക് കുറച്ചേരി ഇരിക്കാം അല്ലെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്തത്. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോ ബാസിക്കാക്ക് ദേഷ്യം വന്നു. സംഗതി ഇപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ കെട്ടി അതിനെ ബഹുമാനിക്കലും കൂടിയാണ് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ ഒരു ജനാധിപത്യത്തിന്റെ ഒരു 15 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ബാസിൽക്ക് അതിന്റെ കാര്യം കാരണം വിശദീകരിക്കണം. അത് എന്തിനാണ് ഈ മറ? ഈ മറയുടെ ഒരു അത്യാവശ്യം എന്ത് കാരണം കൊണ്ടാണ് ഈ മറ കെട്ടേണ്ടത്? മറയില്ലെങ്കിൽ എന്ത് മഹാദുരന്തം സംഭവിക്കുമെന്ന് ബാസിൽക്ക് അവിടെ ആദ്യത്തെ ആ ദേഷ്യമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ചെറിയ 2 പീസ്. അപ്പോൾ ചോദിക്കാണ്, ആണും പെണ്ണും അടുത്തിരിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് മൊത്തം കൺട്രോൾ നഷ്ടപ്പെടുമോ? അങ്ങനെയല്ല ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം അപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കുക, അപ്പം തന്നെ ഒരു ആണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോഴേക്ക് വേറെന്തോ ബന്ധം സംഭവിക്കുക, അതൊന്നുമല്ല. മറിച്ച് ഒരു തെറ്റിനെ ആ തെറ്റിലേക്കുള്ള വഴിയടക്കം പിന്നെ അടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. ഇസ്ലാം വ്യഭിചാരം ഒരു തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് കല്യാണം കഴിക്കാത്ത ഭാര്യയും ഭർത്താവും അല്ലാത്ത ഒരു ആണും പെണ്ണും അവര് സെക്ഷലി ഇന്റർകോഴ്സ് ചെയ്യുന്നത് തെറ്റാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ ഒരു തെറ്റിലേക്ക് ഉള്ള വഴി അടക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളെ പർദ്ദന്റെ ഉള്ളിൽ കയറ്റിയത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കണ്ണൊക്കെ മൂടുന്ന തരത്തിൽ ബുർഖയായിട്ട്. എന്നിട്ട് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി അവർ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അവർക്ക് പള്ളികളെക്കാൾ ഉത്തമം വീടകങ്ങളാണ് എന്ന് പറഞ്ഞു. ഇനി ഏതെങ്കിലും സ്ത്രീകൾ ഇപ്പൊ പള്ളിക്ക് വരണം എന്ന് ശാഠ്യം പിടിക്കാൻ നിങ്ങൾ പോലെ തടയാനും നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ വേറെ മതിൽ കെട്ട് തന്നെ പണിതിട്ട് സ്ത്രീകളെ സെപ്പറേറ്റ്, മതിലുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിലുള്ള പോലെ മതിലിന്റെ അപ്പുറത്ത് ഇരുന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ അതായത് എന്താ വെച്ചാല് കണ്ണാണ് പ്രശ്നം. ആരുടെ കണ്ണ്? ബാസലിനെ പോലെ ഉള്ളവരുടെ കണ്ണാണ് പ്രശ്നം. കണ്ണേ പ്രശ്നമാണ് എന്നാണ്. കണ്ണാണ് പ്രശ്നം എന്നല്ല, കണ്ണ് മുതൽ പ്രശ്നമാണ് എന്നാര് പറഞ്ഞ? ബാസിൽ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, ബാസിൽ പറഞ്ഞു. കേട്ടോ, വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലേക്കുള്ള വഴികളും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അടച്ചിട്ടുണ്ട്. അഥവാ ഒരാൾ നേരെ പോയിട്ട് നേരെ ഇന്റർകോഴ്സ് നടത്തല്ല ചെയ്യാം. ആ വ്യഭിചാരത്തിലേക്ക് കുറെ പടികളുണ്ട് അല്ലെ? ആ വ്യഭിചാരത്തിലേക്ക് എത്തുന്നതിന് കുറെ പടികളുണ്ട്. അതിൽ ഒന്നാമത്തെ പടി എന്താ? നോട്ടമാണ്. നോട്ടത്തിലൂടെയാണ് ആദ്യം ആകർഷണം തുടങ്ങുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്പർശനത്തിലേക്ക് എത്തും, ഇന്റിമസിയിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ടാണ് അവസാനം ഇതിലേക്ക് എത്തുക. ഇസ്ലാം ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ ആദ്യ പടി തന്നെ നിങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ എന്താ പറയുക, ഒരു കാര്യത്തിൽ അനുഭവ പരിചയമുള്ളവർ പറയുമ്പോൾ പിന്നെ നമ്മളതിനെ തർക്കിക്കരുത്. നമുക്ക് അറിയില്ലെങ്കിൽ ഉണ്ടായിരിക്കാം. നന്നായിട്ട് കാര്യങ്ങളിൽ നല്ല പരിചയമുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം ഇത് പറയാണ്, ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അനുഭവമുള്ളവർ പറയണല്ലേ, അതിന് നമ്മൾ നിഷേധിക്കരുത്. അനുഭവങ്ങളെ, ഒരാളുടെ വ്യക്തി അനുഭവങ്ങൾ നമ്മൾ നിഷേധിക്കാനേ പാടില്ല. ഞാൻ അതുകൊണ്ട് നിഷേധിക്കുന്നില്ല.
അപ്പൊ പ്രധാനമായിട്ടും ആണുങ്ങളുടെ ഏറ്റവും പ്രശ്നം പിടിച്ച അവയവം കണ്ണാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ വരിക. അപ്പൊ അതുകൊണ്ട് ഈ കണ്ണുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഈ അറിവ് എവിടുന്ന് കിട്ടി? ആർക്ക്? ബാസിലിന് ഈ അറിവ് എവിടുന്ന് കിട്ടി? അത് ബയോളജി പഠിച്ചപ്പോൾ മാഷ് പഠിപ്പിച്ചു കൊടുത്തതല്ല, ഹുസൈൻ സലഫി പറഞ്ഞ ഒരു ഉസ്താദ് ഇയാൾക്ക് അയാൾ പഠിപ്പിച്ചു കൊടുത്താ. അയാൾ ഇതൊന്ന് കുറച്ചുകൂടി വൃത്തിയായിട്ട് പറഞ്ഞുതരും. കേട്ടോളൂ. ഇപ്പോ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തിന്റെ ഒന്നാമത്തെ പാർട്ട് എന്താ അറിയോ? പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക എന്നാണ്. ഖുർആനിലെ ആയത്താണ്. പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക. അതായത് ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വ്യഭിചാരാകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതാക്കാൻ ഒന്നാമത്തെ പടി പുരുഷൻ അവന്റെ നോട്ടത്തെ നിയന്ത്രിക്കട്ടെ എന്നാണ്. അതാണ് അത് നിയന്ത്രിക്കണം. വെറുതെ തൊള്ളവടായി പറഞ്ഞാ പോരെ വാസിലെ, നിയന്ത്രിക്കണം. അല്ലാതെ കോളേജിന്റെ താഴത്ത് പോകുമ്പോ ഉമ്മാന്റെ പഴയ സാരി വാങ്ങിക്കൊണ്ട് അവിടെ വലിച്ചെട്ടിയാ പോരാ. സ്റ്റേജിമ കയറിയിട്ട് നോക്കുമ്പോൾ നിയന്ത്രിക്കണം. ബീച്ചിലേക്ക് പോകുമ്പോൾ നിയന്ത്രിക്കണം. അന്യ സ്ത്രീയാണെന്ന് ബോധ്യപ്പെട്ടാൽ ദൃഷ്ടി താഴ്ത്തണം. പിന്നെ ഞങ്ങളുടെ കണ്ണൂർത്തി നോക്കുന്ന കേട്ടാ അന്യ സ്ത്രീകളെ, അതും അനിസ്ലാമികമായ വസ്ത്രം ധരിച്ച സ്ത്രീകളെ കണ്ണും തുറപ്പിച്ച് നോക്ക്. ഇനി ഇസ്ലാമിക വിധി എന്താ ബാസിലെ? ബാസിൽ മറുപടി പറയണം. അല്ലെങ്കിൽ ബാസിലിനെ ഈ കയറൂരി വിട്ട ഉസ്താദുമാരോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഗർജിക്കുന്ന സിംഹമായ CP സലീം എന്ന് പറയുന്ന ഈ ബാസിലിനെ ദീന് പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ ഉസ്താദും പിതാവുമായിട്ടുള്ള CP സലീം മകൻ കാണിക്കുന്ന ഈ കോപ്രായത്തിന്റെ മതപരമായ വിധി പറയണം. അത് വാപ്പാന്നുള്ള അടിസ്ഥാനത്തിലല്ല, ഈ പ്രസ്ഥാനത്തിന്റെ ഒരു തലമുതിർന്ന പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഇസ്ലാമിലെ അതിന്റെ വകുപ്പ് പറയണം. നിങ്ങൾ പറയോ? ഇല്ലെങ്കിൽ കണ്ണൂർ പ്രദേശത്തുള്ള ആൾക്കാർ പോയിട്ട് കണ്ണൂർ ടൗൺ ജുമാ മസ്ജിദിൽ പോയിട്ട് ചോദിക്കണം ഉസ്താദിനോട്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, അന്യ സ്ത്രീകളുടെ മുമ്പിൽ പോയിട്ട് മൈക്കും പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് വർത്താനം പറയുകയും കൊഞ്ചിക്കുഴയുകയും സംസാരിക്കുകയും ചിരിക്കുകയും തമാശകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മതപരമായ വിധി എന്താണ്? ദൈവത്തിന്റെ പേരിൽ ഇത് നമുക്ക് അംഗീകൃതമാണോ ചോദിക്കണം. അറിയണോരുണ്ടെങ്കിൽ എഴുതിക്കോളി. നിങ്ങള് ഇതിന്റെ ദീനീ വിധി എന്താ പറഞ്ഞോളി. അപ്പൊ ഇങ്ങനെ ദൃഷ്ടി താഴ്ത്തണം എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി, അങ്ങനെ ദൃഷ്ടി താഴ്ത്തിയില്ലെങ്കിലെ പ്രശ്നം എന്താ, മുസീബത്ത് എന്താ എന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ഹുസൈൻ സലഫി പറഞ്ഞുതരും. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഉസ്താദാണ്. വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട് അരുതാത്തതിലേക്ക് നോക്കരുത്. വിശ്വാസിനികളോട് പറഞ്ഞിട്ടുണ്ട് അവിഹിതമായതിൽ നിന്ന് കണ്ണു താഴ്ത്തണം. കാരണം നോട്ടമാണ് എല്ലാത്തിന്റെയും കവാടം തുറക്കുന്നത്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് എടുത്തു ചാടാറല്ല പതിവുള്ളത്. ആ വ്യഭിചാരമാകുന്ന മഹാപാതകത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഒരു 4-5 കവാടങ്ങൾ കടന്നിട്ടേ കടന്നു പോകാറുള്ളൂ. അതിന്റെ ഒന്നാമത്തെ പടി തന്നെയാണ് നദറത്തുൻ, നോട്ടം. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, നീ നിനക്ക് അനുവദിക്കപ്പെടാത്തതിലേക്ക് നോക്കരുത്. അങ്ങനെ യാദൃച്ഛികമായി നിന്റെ നോട്ടം പതിഞ്ഞാൽ പെട്ടെന്ന് നിന്റെ ദൃഷ്ടിയെ നീ പിൻവലിക്കണം. ലാ തുത്ബിഇൻ നദറ അൻ-നദറ ഫഇന്ന ലകൽ ഊലാ വലൈസത് ലക സാനിയ. നീ നിന്റെ നോട്ടത്തെ പിന്നെയും ഒരു നോട്ടം കൊണ്ട് തുടർത്തരുത്. ഒരു നോട്ടം പിന്നെയും നോട്ടം. യാദൃച്ഛികമായി നിന്റെ നോട്ടം വല്ലതും പതിഞ്ഞാൽ ഒന്നാമത്തത് നീ അറിയാതെ നിനക്ക് സംഭവിച്ചു പോയതാണ്. രണ്ടാമത്തത് നിന്നിൽ നിന്ന് മനഃപൂർവ്വം വരുന്നതാണ്. അത് ശൈത്താന്റെ നോട്ടമാണ്. അതുകൊണ്ട് രണ്ടാമത്തത് നിനക്ക് പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ഇന്നും ജീവനുള്ള നിയമമാണ് എന്ന് മാത്രമല്ല, ആ ഇസ്ലാമിന്റെ നിയമം കൊണ്ട് ലോകത്തെ ആകെ രക്ഷിച്ചു പിടിക്കാൻ വേണ്ടി കൊടയും ചൂടി ഇറങ്ങിയതാണ് ഈ UA ടീം. അതുകൊണ്ട് ഈ UA ടീമിനെങ്കിലും ദൃഷ്ടി താഴ്ത്താൻ ഉത്തരവാദിത്തമുണ്ട്. ഒന്നാമത്തെ നോക്കി അതൊരു അമുസ്ലിം പെൺകുട്ടിയാണെന്ന് മനസ്സിലായി, ദൃഷ്ടി താഴ്ത്തണം. അതറിഞ്ഞുകൊണ്ട് നീ പിന്നെയും നോക്കിയാൽ അത് പിശാചിന്റെ നോട്ടമാണ് എന്ന് പറഞ്ഞാൽ ബാസിൽ കോഴിക്കോട് ബീച്ചിൽ നോക്കുന്നത് പൈശാചിക ദൃഷ്ടിയാണ്, പിശാചിന്റെ നോട്ടമാണ്, ചെറുത്താന്റെ നോട്ടമാണ് എന്ന് സാക്ഷാൽ ഹുസൈൻ സലഫിയുടെ സാക്ഷ്യം ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചു. അതുകൊണ്ട് ജോലി സ്ഥലത്ത് പെൺസാന്നിധ്യം ഉണ്ടാകും, തൊഴിൽശാലകളിൽ ഉണ്ടാകും, ഫാക്ടറികളിൽ ഉണ്ടാകും, ഷോപ്പുകളിൽ ഉണ്ടാകും, പലയിടത്തും ഉണ്ടാകും. അവർക്ക് ഒരു സംസ്കാരമല്ല. അവരൊരു പക്ഷേ ക്രൈസ്തവരായിരിക്കും, അതുപോലെ തന്നെ ജൂതന്മാരായിരിക്കും, ഹൈന്ദവരായിരിക്കും, പല മതക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അതിന് നീ ഇത് ഏത് ഊളയാണിത്? അവര് ഹിന്ദുക്കളെ ക്രിസ്ത്യാനായിക്കുള്ളവർക്ക് സംസ്കാരമൊന്നും ഇല്ലല്ലോ. ബാസിലിന്റെ ഉസ്താദാണ്, ബാസിലിന്റെ സംഘടനയുടെ പ്രധാനപ്പെട്ട ആളാണ്. ദീന് പറയാൻ ഖുർആൻ തിരിയുന്ന പ്രധാനപ്പെട്ട മൂല്യന്മാരിൽ 2-1 ഒന്ന് നമ്മളെ ഫൈസൽ മൗലവിയാണ്, രണ്ടാമത്തത് ഇയാളാണ്. നമ്മൾ ഓഫീസിലോ ജോലി സ്ഥലങ്ങളിലോ പൊതുവിടങ്ങളിലോ ഒക്കെ പോകുമ്പോൾ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പെണ്ണുങ്ങളുണ്ടാവും. ഓൽക്ക് അങ്ങനെ സംസ്കാരമൊന്നും ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളെ സംസ്കാരം, ഇയാളെ പിന്നെ വലിയ നേതാക്കന്മാരെ സംസ്കാരവും നമ്മൾ ഇടക്കിടക്ക് ഇവിടെ വിളമ്പാറുണ്ട് സാമ്പിള്. അത് ഇനി കൂടുതൽ ഇപ്പൊ വിളമ്പാൻ സമയമില്ല, കാരണം നമ്മൾ ബീച്ചിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ബീച്ചിൽ അവിടെ ചില ദൃഷ്ടി താഴ്ത്തൽ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഒരു എന്തിനാ വന്നതെന്ന് വെച്ചാൽ ആകെ ദൃഷ്ടി താഴ്ത്താൻ വന്നവരാ.
അപ്പൊ ദൃഷ്ടി താഴ്ത്തൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ദൈവമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഒരുപാട് ചർച്ചകൾ നടത്താറുണ്ട്. ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നവരും ഇല്ലാന്ന് വാദിക്കുന്നവരൊക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും ദൈവം ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഇപ്പൊ മഴ പെയ്തത് ദൈവമാണെന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കുന്നു, കുറെ ആൾക്കാർ അങ്ങനൊന്നും ഇല്ല, അതിന് പറയാം തെളിയിച്ചിട്ടില്ലല്ലോ. ബാക്കിൽ മറ്റേ പോസ്റ്റർ കൊണ്ടെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചല്ലോ അല്ലെ. വരൂ നമുക്ക് സംസാരിക്കാം, സംവദിക്കാം. ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ഇല്ലല്ലോ. ശരിക്കും നിങ്ങള് ഈ മഴയൊക്കെ എങ്ങനെയാ ദൈവം പെയ്യിപ്പിക്കുന്നെന്ന് പറയാൻ പറ്റുന്നത്? പറ്റൂല അല്ലെ? ഇത് മറ്റേ വെള്ളം വേപ്പറൈസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവുന്നതല്ലേ മഴ. അതായത് വെള്ളം വേപ്പറൈസ് ചെയ്ത് മേലോട്ട് പോകുന്നത് കൊണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായതുകൊണ്ട് ദൈവമില്ല. അങ്ങനെയാണ് അപ്പൊ പറഞ്ഞത്. ചിലർ വിചാരിക്കുന്നു മഴ പെയ്ക്കുന്നത് ദൈവമാണെന്ന്. എന്തിന്? മേഘങ്ങളെ ഇങ്ങനെ മലക്കുകൾ, ഇതിനൊരു മഴ പെയ്യിക്കാൻ ഇടി മിന്നലിനൊക്കെ പ്രത്യേകം ഉത്തരവാദിത്തപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകളാണ് ആകാശത്ത് നിന്നിട്ട് ഈ പറഞ്ഞ എല്ലാ കലാപരിപാടിയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കടലിന്റെ ചുറ്റിലും അതിന്റെ പിന്നെ പരപ്പിലൊക്കെ മലക്കുകൾ ഇരുന്നിട്ട് ഇങ്ങനെ ചൂടുള്ള എന്തോ സാധനം വെച്ച് ഇങ്ങനെ ഊത് തോന്നുന്നു കടലിലേക്ക്. അങ്ങനെയാണ് മഴ പൊങ്ങണെന്ന് ഇപ്പൊ ഇവർ പറയും. അപ്പൊ മഴ പെയ്യുന്നത് ഇടിമിന്നലും ഒക്കെ മലക്കുകളെ കൊണ്ട് അള്ളാഹു സംവിധാനിപ്പിച്ച ഒരു പ്രത്യേക സംവിധാനമാണെന്നും ഒന്നാമത്തെ ആകാശത്തു നിന്നാണ് മഴ പെയ്യുന്നത് എന്നൊക്കെ ഉണ്ട് കേട്ടോ. ആകാശത്തു നിന്നാണല്ലോ മഴ പെയ്യിപ്പിക്കുന്നത്. നമുക്കറിയാം ആകാശത്ത് നല്ല ഭൂമിയിൽ തന്നെയാണ് മഴ പെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇവർ പറഞ്ഞ ഈ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞവരെ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളെ കിട്ടി. അള്ളാഹ് തൽക്കാലം സേഫാണ്. നേരെ എടുത്തിട്ട് അള്ളാഹിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? പോക്കറ്റിലിട്ടു. ദൈവത്തിൽ വിശ്വാസമുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് ബ്രഹ്മാവാണെന്നോ അല്ലെങ്കിൽ യാഹുവയാണെന്നോ യഹോവയാണ് എന്നോ പറഞ്ഞ ആളുകളുടെ വീഡിയോ ഇവർ പുറത്തു വിടൂല. കാരണം എന്താ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, തർക്കിച്ചു കഴിഞ്ഞാൽ അവിടെ അള്ളാഹിനെ പുറത്ത് കിടക്കേണ്ടി വരും. ഇപ്പൊ ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ല എന്നൊരാൾ ഒരു ദാഴിയുടെ മുമ്പിൽ പോയി പെട്ടാൽ അവർ സേഫാണ്. കാരണം എന്താ വെച്ചാൽ അപ്പൊ അള്ളാഹിനെ എടുത്ത് പതിയെ ടൗസറിന്റെ പോക്കറ്റിലിടാം. എന്നിട്ട് പ്രപഞ്ച സൃഷ്ടാവായ ഇതിന്റെ പിന്നിലുള്ള ഇന്റലിജന്റ് ഡിസൈനറായ ആ ഒരു ശക്തി, ഏത് ശക്തി? ആ ഒരു ശക്തിയെ നമുക്ക് കുറച്ച് സർക്കസ് ഏൽപ്പിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒന്നുകൂടി ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇങ്ങനെ അന്യ സ്ത്രീകളെ ബീച്ചിൽ വെച്ച് കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ വീഡിയോ ക്യാമറയിൽ പകർത്തി എഡിറ്റിംഗ് സ്യൂട്ടിൽ പോയി എഡിറ്റ് ചെയ്ത് അവരുടെ മുഖം ബ്ലർ ചെയ്തിട്ട് ആണെങ്കിൽ പോലും ഇങ്ങനെ നിന്ന് സംസാരിച്ച് അവരുടെ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഇസ്ലാമികമായ വിധി എന്താ? കാരണം ഇസ്ലാം ഉണ്ടാക്കാനാണല്ലോ അവർ നടക്കുന്നത്. അതിനാണല്ലോ കുസാറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് സാരി വലിച്ചു കെട്ടുന്നത്. ഈ കാട്ടിക്കൂട്ടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താ? സംവാദത്തിന് വിളിച്ചവർ വരൂല. അപ്പൊ നമ്മൾ സ്റ്റുഡിയോ മാളത്തിന് അകത്തോട്ട് ചെല്ലണം. എന്നാ ഞാനിവിടെ ഈ കൊച്ചിയിലുണ്ട്, ഒന്ന് വിളിച്ചാൽ ഈ 8 10 എണ്ണത്തിന് വേണമെങ്കിൽ ഇന്റെ അടുത്ത് വരാലോ, നമുക്ക് ഇതൊക്കെ ഒന്ന് സംസാരിക്കാലോ. അത് വരൂല. കാരണം എന്താ? നമുക്ക് ഓഫ്ലൈൻ അഡ്രസ് ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ്. എന്നിട്ട് ഈ കാട്ടിക്കൂട്ടുന്നതോ? ശരി, നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം കേട്ടോ. അതിന്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം കൂടി, അതായത് ദൃഷ്ടി താഴ്ത്തണമെന്നും ഒരിക്കൽ കൂടി ഒരു നോട്ടം നോക്കി അതൊരു പിന്നെ വിവാഹം നിഷിദ്ധമായ ഒരു അന്യ സ്ത്രീയാണെന്ന് മനസ്സിലായാൽ ദൃഷ്ടി താഴ്ത്തണം, പിന്നീട് അങ്ങോട്ട് നോക്കാൻ പാടില്ല. പിന്നെ നോക്കുന്നത് പിശാചിന്റെ നോട്ടാണ് എന്ന് പറഞ്ഞ ഹുസൈൻ സലഫിന്റെ ഒരു മൂത്ത ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദിന്റെ ഒരു വയലും കൂടി ഉണ്ട്, അതുകൂടി ഇതിനിടയിൽ ഞാൻ കേൾപ്പിച്ചു തരും. ഇപ്പൊ തൽക്കാലം ഈ വിഷയത്തിലൂടെ പോട്ടെ. ഇപ്പൊ പറഞ്ഞല്ലോ സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ശരിക്കും എങ്ങനെയായിരിക്കും ശരിക്കും സയൻസ് ദൈവത്തെ തെളിയിക്കേണ്ടത്? ലാബിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഹെൻസ് പ്രൂവ് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ എങ്ങനെ? അതായത് ലിറ്റ്മസ് ടെസ്റ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം ഒരു വിശ്വാസല്ലേ? അല്ല, സയൻസിലൂടെ എങ്ങനെയായിരിക്കും ദൈവത്തെ തെളിയിക്കേണ്ടി വരിക? അല്ല, ഞാൻ ചോദിക്കുന്നത് അറിയോ, വളരെ ഇപ്പൊ നമുക്ക് സയൻസിന്റെ കുറെ ടൂൾസ് ഉണ്ട്. മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെലസ്കോപ്പ് ഉണ്ട്. അപ്പൊ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ദൈവത്തെ കാണണം. അങ്ങനൊന്നും അല്ല. പിന്നെ എങ്ങനെയാ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലാത്ത ആള് ദൈവത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കണം. സയൻസിന് തെളിയിക്കാൻ പറ്റില്ല എന്ന് ആ സഹോദരി പറയുന്നുണ്ട്. എന്നാലും സയൻസ് എങ്ങനെ തെളിയിക്കാന്ന് ബാസിലിന് പറഞ്ഞു കൊടുക്കണം. ഈ ചോദിക്കുന്ന മണ്ണുണ്ണികളുടെ ബുദ്ധി നിലവാരം ആലോചിച്ചിട്ട് ആ സഹോദരി അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ദൈവം സയൻസ് തെളിയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്തിനാണ് സയൻസ് തെളിയിക്കാത്തത്? അല്ലെങ്കിൽ എന്താണ്? രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്താണ് സയൻസ്, ഒന്ന് എന്താണ് ഈ പറഞ്ഞ ദൈവം. ആ ഡെഫിനിഷൻ ഒരു ഡെഫിനിഷൻ കിട്ടി. പടച്ചവൻ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലർന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ബീച്ച് റോഡിൽ കൊഞ്ചിക്കുഴയുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഇസ്ലാം ഉണ്ടാക്കാൻ നടക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ബാസിൽ. ഇസ്ലാം ഇല്ലാണ്ടായാൽ ആകെ കുത്തഴിഞ്ഞു പോകും എന്ന് പേടിച്ച് ഇതൊക്കെ വാരിക്കൂട്ടി കറുത്ത ചാക്കിൽ കെട്ടാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ഒരു മൂല്യരാണ് ബാസിൽ. ആ ബാസിലും മറ്റേ കോമാളി നിങ്ങൾക്ക് അറിയാം. ഇവരുടെ ഈ പിന്നെ ഇതിന് മുൻപത്തെ ബീച്ചിലെ പരിപാടിയിൽ ചോദ്യം ചോദിച്ചിട്ട് പിന്നെ സ്റ്റാർ ആയ ഒരാളാണ്. അയാൾക്ക് വിശ്വാസമൊന്നും പണ്ടുണ്ടായില്ല. അപ്പോ നിങ്ങൾക്ക് ഉത്തരമൊക്കെ കൊടുത്തപ്പോൾ ഈ യു എക്കാർ ഉത്തരം കൊടുത്തപ്പോൾ അതിന്റെ പേരിൽ അയാൾക്ക് ഈമാനൊക്കെ ഒന്ന്
സെറ്റിലായ ഒരാളാണ്. അപ്പൊ ഇതാണ് ഇവരുടെ കഥയും ഇവരുടെ ചോദ്യം. ഞങ്ങൾ തിരിച്ച് ഒരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോകണം. അന്യ സ്ത്രീയാണെന്ന് കണ്ടുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. അന്യ സ്ത്രീയാണ് എന്ന് പൂർണ്ണമായ ബോധ്യപ്പെട്ടതിന് ശേഷം അബ്ദുള്ള ബാസൽ സംഘവും അമുസ്ലിമായ ഇസ്ലാമിക വേഷം ധരിക്കാത്ത, ഹിജാബില്ലാതെ, മറയില്ലാതെ അന്യ സ്ത്രീയോട് പൊതു ഇടത്തിൽ തെരുവിൽ നിന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നതും തമാശയും ചിരിയുമായിട്ട് നിൽക്കുന്നതിന്റെയും ഇസ്ലാമികമായ വിധി എന്താണ്? എന്റെ ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുന്നു. അതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം, ഉത്തരല്ലേ കൊണ്ടേ കേസ് കൊടുക്കാം. ഇതിലിപ്പോ ചെയ്യാൻ പറയാം രണ്ട് കാര്യങ്ങൾ: ഒന്ന് മുങ്ങ, രണ്ട് എന്താ പറയാ കേസ് കൊടുക്കുക. ഇതെല്ലാം അറിയാവുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാം. പെണ്ണുങ്ങൾ ഫിതനയാണ്. അപ്പോൾ പെണ്ണുങ്ങൾ ഇസ്ലാമിക പർദ്ദ ധരിച്ചിട്ടില്ലെങ്കിൽ, പെണ്ണുങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നിട്ടില്ലെങ്കിൽ, ഇയ്യാക്കും ഉദ്ദുഖൂല അലൻ നിസാ, സൂക്ഷിക്കുക, നിങ്ങൾ അന്യ സ്ത്രീകളിലേക്ക് കടക്കരുത്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ ബാസിലെ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് മൗലവി മദീന ഇസ്ലാഹി സെന്ററിൽ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗം അദ്ദേഹം പറയുന്നു, നിങ്ങൾ അന്യ സ്ത്രീകളിലേക്ക് കടക്കരുത്. അന്യ സ്ത്രീകളിലേക്ക് കടക്കരുത് പറഞ്ഞാൽ അവരുടെ ഇടയിലേക്ക് പോകരുത്, അവരുടെ അടുത്തേക്ക് പോകരുത്, അവരോട് കാണാനും മിണ്ടാനും സംസാരിക്കാനും നിൽക്കരുത്, മെനക്കെടരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ എന്റെ മൈന? എന്താ എന്റെ അർത്ഥം? അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നതും മിണ്ടുന്നതും ഇസ്ലാം വിലക്കിയിരിക്കുന്നു. സ്ത്രീകൾ ഫിത്തനയാണ്. ഫിത്തന പറഞ്ഞ കുഴപ്പം. സ്ത്രീകൾ ഈമാനിന് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരാണ് എന്നാണ് ഉസ്താദ് പറയുന്നത്. പൊന്നാരന്റെ ഭാഷയിലെ ഉസ്താദ് പറഞ്ഞത് ആദ്യം ഇജ്ജ് കേക്ക്, എന്നിട്ട് ഇജ്ജ് നാട്ടുകാർക്ക് ഇസ്ലാം ഉണ്ടാക്കാൻ നടക്കുക. ആദ്യം ഇജ്ജ് നന്നാവും, എന്നിട്ട് സ്വയം നന്നാക്കാം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് തമാശക്ക് പഴഞ്ചൊല്ലി പറയായിരുന്നു. ആദ്യം നീ നന്നാവ്, എന്നിട്ട് സ്വയം നന്നാക്കാം. അത് പറയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഉസ്താദ് ദേഷ്യത്തിലാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം വിവരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന സമയത്ത്, അതോ ഇനി മദീനയിൽ തന്നെ ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയ സമയത്തോ എന്തോ, അദ്ദേഹം ഭക്ഷണത്തിന്റെ സമയമായി. അപ്പൊ അദ്ദേഹം അവിടെ എങ്ങനെ ആ സുഹൃത്തിന്റെ വീട്ടിൽ, ഒരു മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാളിന്റെ അപ്പുറത്താണ് ഡൈനിങ് ഏരിയന്റെ അപ്പുറത്തേക്കാണ് അടുക്കള. അപ്പൊ കുറെ ആണുങ്ങൾ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിളിലേക്കും, ഡൈനിങ് ടേബിളിൽ നിന്ന് അടുക്കളയിലേക്കും, കോലയിൽ നിന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ വരുന്നു. അവിടെ നിന്ന് ഇദ്ദേഹത്തിനെ അതിഥിയായി വിളിച്ച ഈ ആതിഥ്യമരുളുന്ന ആളുടെ ഈ വീട്ടുകാരന്റെ ഭാര്യയും ഒക്കെ അവിടുന്ന് സ്ത്രീകളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു. അവർ സംസാരിക്കുന്നു, തമാശ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അപ്പൊ ഉസ്താദ് വിചാരിച്ചു അത് ആ സ്ത്രീയുടെ ആങ്ങളെയോ വാപ്പയോ അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആരെങ്കിലുമോ ആയിരിക്കും എന്നാണ് ഉസ്താദ് വിചാരിച്ചത്. പക്ഷേ സംഭവം എന്തായിരുന്നു? ഉസ്താദ് പറയുന്നത് കേൾക്കൂ. ഞാൻ ഇരിക്കുന്നതായ ആ സ്ഥലത്തിന്റെ മുമ്പിലാണ് അടുക്കള. അങ്ങനെയാണല്ലോ ഒരു ഇന്നത്തെ ശൈലിയൊക്കെ. അടുക്കളയിലേക്ക് ഇങ്ങനെ പുരുഷന്മാർ കടക്കാണ്. ഞാൻ ചോദിച്ചു ഇയാളോട്, ആ പുരുഷന്മാർ ഇങ്ങനെ കടന്നിട്ട് ശബ്ദത്തോടു കൂടി ഇവന്റെ കെട്ടിയ പെണ്ണിന്റെ കൂടെ പല പുരുഷന്മാർ ചിരിക്കുന്ന കാണുന്നു, സംസാരിക്കുന്ന കാണുന്നു. ഞാൻ മനസ്സിലാക്കി ആങ്ങളമാരൊക്കെ ആയിരിക്കും. ഞാൻ ചോദിച്ചു അവരൊക്കെ ആരാണെന്ന്. പറഞ്ഞു അതെന്റെ സഹോദരന്മാരാണ്, എന്റെ ചങ്ങാതിമാരാണ്, എന്റെ പാർട്ട്ണർമാരാണ്, എന്റെ ഒരു ബന്ധമില്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുക? കണ്ടില്ലേ, ഒരു പുളിയും ഇളിയും ഇല്ലാതെ. എന്റെ ബാസിലെ ഒരു ഇളിയും പുളി ഇല്ലാതെ വെറുതെ പുളിക്കല സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു നാണാവശ്യമില്ലാതെ അയ്യേ വഷളത്തരം. ഇത്ര ഇല്ലാണ്ടായി പോയ എന്റെ കുട്ടിക്ക് എന്നാണ് ഉസ്താദ് ആലോചിച്ചിട്ടുണ്ടാവുക. വിരുന്നൊക്കെ നന്നു, സദ്യയൊക്കെ നന്നു, പക്ഷെ ഭാര്യ അപ്പുറത്ത് ഭർത്താവിന്റെ അനുജനോട് ജ്യേഷ്ഠനോടൊക്കെ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ഉസ്താദിന്റെ നെഞ്ച് കിടുങ്ങിപ്പോയി. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യം ആ തരുണത്തിൽ ഉസ്താദ് ഓർക്കുകയും പിന്നീട് അത് ഓർത്തു വയൽ പറഞ്ഞപ്പോൾ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തത് ഇത്തരുണത്തിൽ ബീച്ചിൽ അഴിഞ്ഞാടി നടക്കുന്ന ബാസിലിനും കൂട്ടർക്കും വേണ്ടി ഞാൻ ഒരു നസീഹത്ത് എന്ന രീതിയിൽ ആ വയൽ ഒന്ന് കേൾപ്പിക്കാൻ. എന്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? ഇതാ ശ്രദ്ധിച്ച് കേട്ടോളി വഹാബി കുട്ടികളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചിട്ട് ഞാൻ കെട്ടിയ പെണ്ണിന്റെ മുമ്പിൽ അന്യ പുരുഷനെ കണ്ടാൽ ഞാൻ അവനെ വധിച്ചു കളയുമെന്ന് മഹാനായ സഅദ് പറഞ്ഞപ്പോൾ സഅദിന്റെ ഈർഷ്യത കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? റസൂൽ പറയുന്നു അന അഗ്യറു മിൻ സഅദ്, ഞാൻ സഅദിനേക്കാൾ ഈർഷ്യതയുള്ള ആളാണ്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹ് എന്നേക്കാൾ ഈർഷ്യതയുള്ള ആളാണ്. എന്തിന്റെ മുമ്പിൽ? അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളുടെ മുമ്പിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ബാസിലിന്റെ മട്ടും ഭാവം കണ്ടിട്ട് ബാസിൽ പറഞ്ഞ അള്ള അങ്ങനെ പലതും പറയും, നബി അങ്ങനെ പലതും പറയും, സയ്യിദ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഉസ്താദ് പലതും പലതും പറയും. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, വരി നമുക്ക് ബീച്ചിൽ പോകാം, അവിടെ പെൺകുട്ടികളുണ്ടാവും, ഓൾക്ക് നമുക്ക് ഇസ്ലാമിന്റെ ദേവത്ത് നടത്താം എന്നാണ് ബാസിൽ പറയും. എന്താണ് ഉസ്താദ് പറഞ്ഞത്?
സയ്യിദ് പറയാണ്, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ഒരു അന്യ പുരുഷൻ നിൽക്കുന്നത് കണ്ടാൽ അവനെ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോ ആൾക്കാർ സയ്യിദിനെ ഒന്നിങ്ങനെ നോക്കി. അപ്പൊ നബി ഓരോട് ചോദിച്ചു, എന്താ സയ്യിദ് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സയ്യിദ് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഓനേക്കാളും കൂടിയവനാണ് ഞാന്, ഇന്നേക്കാളും കൂടിയവനാണ് പഠിച്ചോന് എന്നാണ് നബി പറഞ്ഞത്. എന്തിന്റെ കാര്യത്തിൽ? അല്ലാഹ് ഹറാമാക്കിയ നോട്ടം, അല്ലാഹ് ഹറാമാക്കിയ നൃത്തം, അല്ലാഹ് ഹറാമാക്കിയ സംസാരം എന്ന് പറഞ്ഞാൽ കെട്ടിയ പെണ്ണുങ്ങളല്ലാതെ ഹലാലായ ഭാര്യയും അവകാശപ്പെട്ട അടിമ സ്ത്രീകളുമല്ലാത്ത സ്ത്രീകളുമായിട്ട് ഇടപഴകാനോ മിണ്ടാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒറ്റക്കായി കണ്ടാൽ കൊന്നുകളയും എന്നൊരു സഹാബി പറഞ്ഞപ്പോ നബി അതിനെ എൻഡോസ് ചെയ്തു, പിന്താങ്ങി എന്നും ഞാൻ അവനേക്കാളും മൂർച്ചയുള്ളവനാണ് എന്ന് വീരസ്യം പറഞ്ഞു എന്നാണ് മദീന ഇസ്ലാഹി സെന്ററിൽ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് മൗലവി പ്രസംഗിച്ചത്. എന്തായാലും അബ്ദുള്ള ബാസിലിനേക്കാളും മുജാഹിദ് ബാലിശ്ശേരിനേക്കാളും നമ്മുടെ ഹുസൈൻ സലഫിനേക്കാളും CP സലീമിനേക്കാളും ഒക്കെ മുന്തിയ മൂല്യർ തന്നെയാണ്. എന്താ എന്നിട്ട് ബാസിലും കൂട്ടരും കടപ്പുറത്ത് പോയിട്ട് കാട്ടുന്ന കോപ്രായിത്തരം ആലോചിക്കണ്ടേ? എന്ന് മാത്രമല്ല, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൂടി ഉസ്താദ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ബീച്ചിലോട്ട് പോവാം. അത് നാം മനസ്സിലാക്കണം. പബ്ലിക് സർവീസ് ആക്കി വിടാനുള്ളതല്ല നമ്മുടെ പെണ്ണുങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നാം ഉപയോഗിക്കാനുള്ളത്, നാം ആസ്വദിക്കാനുള്ളതാണ്. അത്യാവശ്യമായിട്ട് സംസാരിക്കാം, അത്യാവശ്യമായിട്ട് ബിസിനസ് പരമായിട്ട് പർദ്ദയുടെ ബേക്കിൽ ബിസിനസ് നടത്താം എന്നല്ലാതെ അഴിഞ്ഞാട്ടം, അതാണ് ശുബ്ഹാത്തുകൾ, ഷഹവാത്തുകൾക്ക് കാരണമായി തീർന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിം സ്ത്രീക്ക് അസുഖം വന്നാൽ ആദ്യം മുസ്ലിമായ സ്ത്രീ ഡോക്ടർ ഉണ്ടോ എന്ന് വരെ ആലോചിച്ചിട്ടേ ഡോക്ടർ അടുത്ത് കാണിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ മതത്തിൽ നിന്ന് പഠിച്ചു വളർന്ന ഒരു പല്ലു ഡോക്ടർ അവിടെ ബീച്ചിൽ പോയി അന്യ സ്ത്രീകളുമായി സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ദീൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നില്ലേ? നിങ്ങളെ ഈമാൻ ഇത് എന്ത് പറ്റി എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ. ശരി, നമുക്ക് തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പൊ പടച്ചോനും സയൻസും ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരും. ബാക്കി നിങ്ങളെ ഈമാൻ അനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളി. ബാസിലിനൊക്കെ മറുപടി പറയാനുള്ള ഉസ്താദ് പറഞ്ഞമാരി ഒരു പുളിയും ഇതും ഇല്ലാതെ, എരിയും പുളിയൊന്നും ഇല്ലാതെ നടക്കുക. ഉസറും പുളിയെന്ന് ഞാൻ പണ്ട് പറഞ്ഞത്. അപ്പൊ അതൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ വെറുതെ ചോദിച്ചിട്ട് വെറുതെ ഉത്തരം കിട്ടൂല. അതിന് ഉത്തരം പറയാനൊന്നുള്ള പാങ്ങും ആവതും ഇല്ല. അത് നമ്മൾ കണ്ടറിയാം. അപ്പൊ നമുക്ക് തിരിച്ച് ബീച്ചിലേക്ക് പോവാം. ബീച്ചിൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അള്ള ഉണ്ടോ ഇല്ലേ, ദൈവം ഉണ്ടോ ഇല്ലേ? അല്ലല്ല, അള്ള തൽക്കാലം സേഫ്റ്റി മറ്റേ വാനിറ്റി ബാഗിലാണ്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ലാത്ത രണ്ട് കുട്ടികളാണ്. വിശ്വാസമില്ല എന്ന് അവർ പറയുന്നു, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പോലത്തെ ഒരു വിശ്വാസമൊന്നുമില്ല. മഴയൊക്കെ ഇങ്ങനെ ദൈവം ആകാശത്ത് ഇരുന്നിട്ട് മറ്റേ കുട്ടികള് മറ്റേ വെള്ളം ബീച്ചിനെ തോക്കോട്ടെ മലക്കുകൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് കുറെ തോക്കുമായിട്ട് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കാന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയൊന്നല്ല, അതൊക്കെ നമുക്ക് അറിയാലോ. ഇപ്പൊ അതിന്റെയൊക്കെ ശാസ്ത്രം നമുക്ക് അറിയാലോ. അതൊക്കെ ഇങ്ങനെ വെള്ളം വൈപ്രൈസ് ചെയ്ത് പോയി അവിടെ നിന്ന് മുകളിൽ നിന്ന് ഘനീഭവിച്ച് മേഘമായി ഇനി അങ്ങനെ വരികയാണ് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പെയിനൊന്നും വേണ്ടിയ പഠിച്ചവനുണ്ടോ എന്നവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസമില്ലാത്ത ആളെ സേഫ്. കാരണം വിശ്വാസം ഉണ്ട് പറഞ്ഞാൽ ഏത് ദൈവം ഏതാ? വേറെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിനേക്കാളും മുന്തിയ ആളാണ് ഈ ദൈവം എന്ന് സ്ഥാപിക്കേണ്ടി വരും. അത് പണി അറിയുന്ന ആൾക്കാരുടെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ദൈവമില്ലാത്ത ഒരാളെ കിട്ടിയപ്പം എന്നാ പിന്നെ അവിടെ നമ്മളെ പടച്ചോനെ എടുത്തു വെക്കാം. പക്ഷെ തൽക്കാലം നമുക്ക് പടച്ചോനെ വർണ്ണക്കടലാസിൽ പൊതിയാം എന്ന് വിചാരിച്ചിരിക്കാൻ. പടച്ചോനെ തനി സ്വരൂപം പുറത്ത് കാണിച്ചിട്ടില്ല. പടച്ചോനെ ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് തൽക്കാലം ദൈവ വിശ്വാസമില്ലാത്തവന്റെ മുന്നിൽ വെക്കാവുന്ന ഒരു പരുവത്തിൽ പൗഡറൊക്കെ ഇട്ട് ഒരു വെറുതെ ഒരു ദൈവം, പേരൊന്നുമില്ല, അല്ലെന്നില്ല, ഒരു ദൈവം, ഒരു ഡിസൈനർ, ഒരു ശക്തി, എന്തോ ഒരു ആരോ ഒരു അത്ര. ശരി, എന്നാ ഞാൻ ഇതിനൊന്ന് പ്ലേസ് ചെയ്ത് നോക്കി നമുക്ക് നോക്കാം. അതാണ് റസൂൽ പറയുന്നത്. ഹമുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദൂതരെ ചോദ്യം. ഇത് കഴിഞ്ഞ പാടുണ്ടോ? ഹമു എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനുജൻ. റസൂൽ പറഞ്ഞു അൽ ഹമു അൽ മൗത്ത്, അൽ ഹമു അൽ മൗത്ത്. ഹമു മരണത്തോട് തുല്യപ്പെട്ടതാണ്, മരണമാണ്. കണ്ടില്ല, അത് മരണമാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടാണോ ഈ ബാസിലി? എന്താണ് ഇതിനൊക്കെ പറയാ? പഠിച്ചവനെ പേടിയില്ലാതായ കുട്ടികൾ എങ്ങനെ ആവും? അപ്പൊ ഹമുവിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനൊക്കെ ഭാര്യയുമായിട്ട് കാണുന്നതും മിണ്ടുന്നതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താന്ന് നബിനോട് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞത് മൗത്താണ്, മരണമാണ് പറഞ്ഞു. അതിനേക്കാളും നല്ല നിങ്ങൾക്ക് മരിക്കുകയാണ്. ജ്യേഷ്ഠനും അനിയനും ഉമ്മയും വാപ്പയും ഒക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു കൊടുന്ന ഭാര്യയും ഉള്ള വീട്ടിൽ അനിയൻ താമസിക്കുന്നത് ആ അനിയന് മൗത്താണ് എന്നാണ് പറഞ്ഞത്. ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര തെറ്റാണത്. ആ നേരത്താണ് ഏതോ നാട്ടിൽ നിന്ന് ബീച്ച് കാണാൻ വന്ന ഏതോ പെൺകുട്ടികളായിട്ട് സ്ത്രീകളുമായിട്ട് അന്യ സ്ത്രീകളുമായിട്ട് ബാസിൽ നിന്ന് വർത്താനം പറയണത്. ഒരു മറയില്ല, അതാണ്, ദൃഷ്ടി താഴ്ത്തുന്നില്ല, മറയുമില്ല. അവിടെയാണ് ഹുസൈൻ സലഫി പറഞ്ഞ ശൈത്താനീയത്തിന്റെ നോട്ടം ബാസിൽ അവിടെ നോക്കി എന്ന് നമുക്ക് മനസ്സിലാവും.